അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തോല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കർത്താവ് ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങനെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ്, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട
എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാമ്പുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ, ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി ദൈവം തന്നിരിക്കുന്നത് അവിടുത്തെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. അഥവാ വാഗ്ദാനത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തന പദ്ധതിയാണ് ഉടമ്പടി. വാഗ്ദാനം പ്രാപിക്കുന്നതിന് ഇപ്പോൾ ഓരോ വിഷയം, എല്ലാ ബൈബിളിൻ്റെ ഒരു വിഭാവനയിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്നതും ലക്ഷ്യം ഉൾപ്പെടെ എല്ലാം, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ലക്ഷ്യം, മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, നിലനിൽപ്പിന് ആവശ്യമായവ, ജോലി, വീട്, വിവാഹം, മക്കൾ, അങ്ങനെ എന്ത് സംഭവം, പ്രൊമോഷൻ, PR, ഇങ്ങനെയൊക്കെ എന്ത് സംഭവം വന്നാലും ജീവിതം വരെ ഐഹികമായിട്ടുള്ള കാര്യങ്ങളാണത്. എല്ലാം ബൈബിള് വാഗ്ദാനം എന്ന ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ നോക്കിക്കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിച്ചു എന്നാണ് എൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത്. ഈ വാഗ്ദാനം പ്രാപിക്കാൻ ഒന്നാമത്തെ ഘട്ടം, അതിനൊരു 4 ഘട്ടങ്ങൾ ബൈബിളിലുണ്ട്. വാഗ്ദാന നാട്ടിലോട്ട് ഇവർ ചെല്ലുമ്പോൾ 4 ഘട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ എല്ലാ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ഒരു ഘട്ടമെങ്കിലും നമ്മൾ വളരെ ഗുരുതരമായ രീതിയിൽ നിശ്ചിതമായി നിരീക്ഷിച്ച് അർത്ഥവത്തായിട്ട് നടപ്പിൽ വരുത്തേണ്ടതാണ്. ഒരു ഘട്ടം വെച്ചാൽ ഒരു ഘട്ടം മാത്രം പോരെന്നല്ല. അതായത് ഈ തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയണത്. തുടക്കക്കാർ ഒരു ഘട്ടമെങ്കിലും, ഇപ്പോൾ എന്താണ് ഘട്ടമെന്ന് പറയണത്? ഒന്നാമത്തേൽ വാഗ്ദാന നാട് പ്രാപിക്കാൻ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ ജനം ആദ്യമേ കണ്ടത് എന്താണ്? ചെങ്കടല. ചെങ്കടൽ ഒരു ഹഡിൽസാണ്, തടസ്സമാണ്. ഈ ചെങ്കടലിന് ആൾക്കാർ അതിൻ്റെ ആ പ്രക്രിയ, അത് കടന്നു പോകുന്ന ഒരു പ്രക്രിയ